നമ്മൾ ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് ലോകത്തിന് മുന്നിൽ കൊടുക്കുന്നത്. നേഷൻ ഫസ്റ്റ് എന്നുള്ളത് നമ്മൾ ലോകത്തെ അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് മാത്രമല്ല വിവരിക്കാൻ പോകുന്നത്, നമ്മുടെ കളക്റ്റീവ് റിസോൾവ് അഗെയിൻസ്റ്റ് ടെററിസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 700-ലധികം ആളുകളുടെ ജീവനെടുത്ത കണക്കാണ്. 1980-ലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ അതിൽ 122ഓളം കേസുകളുണ്ട്. 1800ഓളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നമ്മുടെ സഹോദരങ്ങൾക്കാണ്. 3000-ലധികം ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് ഈ ടെററിസത്തിൻ്റെ ഇരകളായി ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായി നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് ലോകത്തെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ പ്രോക്സി വാർ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളുടെ മേൽ തുരങ്കം വയ്ക്കുന്നതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷിയും ഒറ്റക്കെട്ടായി ഇതാ പോകുന്നു. ഇന്ന് കണ്ടത് എന്താ? പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിക്രം മിശ്രി പറഞ്ഞ എല്ലാ വാചകങ്ങളും അതേപടി അംഗീകരിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എന്നിട്ട് നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ പറയണം, നമ്മളൊരു പ്രമേയം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ പ്രമേയം പാസ്സാക്കണമെന്ന് പ്രതിപക്ഷം കൂടി ആവശ്യപ്പെടുകയാണ്. ആർക്കനുകൂലമായിട്ട്? വിദേശകാര്യ മന്ത്രാലയത്തിനും വിദേശ സെക്രട്ടറിയും പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കാൻ. പക്ഷേ പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിനെ നിഷേധിച്ചു, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു വലിയ പിന്തുണ ഇന്ത്യൻ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.